ഓക്കെ, കാണാമല്ലോ ഗൂഗിൾ മീറ്റിൽ പിള്ളേരെ കാണാമല്ലോ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെ വരെയാ പഠിച്ചത്? എവിടെ വരെയായിരുന്നു? അടുത്തത് ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം അല്ലേ? അല്ല, ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ ആണ് അല്ലേ? അല്ലേ? ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ അല്ലേ ഇനി നോക്കാനുള്ളത്? ഓക്കെ, അതായത് അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച. The knowledge sector is the sector which efficient main uses knowledge and technology to a economical growth. Today, modern technology and information, telecommunication possibility have government developed into നോളജ് ഇക്കണോമി. അതായത് ഇവിടെ നമ്മൾ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായിട്ട് അറിവ്, അതുപോലെ തന്നെ അറിവ് ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്ന ഒരു മേഖലയാണ് അറിവ് സാങ്കേതിക മേഖലയിൽ ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അറിവധിഷ്ഠിത മേഖല അഥവാ നോളജ് സെക്ടർ എന്ന് പറയുന്നത്. അതായത് മോഡേൺ നോളജ് ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ വിവരവിനിമയ സാങ്കേതിക വിദ്യയും എന്നിവ അറിവ് സമ്പദ്ക്രമം അഥവാ ദ നോളജ് എക്കണോമി എന്ന് ആ ഒരു തരത്തിലാണിത് വളർന്ന് വികസിച്ച് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, education, innovations and information and communication technology, then ICT forms the basis knowledge economy. അതായത് വിവര സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, അതായത് വിവരങ്ങൾ നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടുന്നു അതെല്ലാം ആശയരൂപത്തിലാക്കി പ്രയോഗിക്കുക. അത് ഇൻഫർമേഷൻ ടെക്നോളജി ആകട്ടെ, ടെലികമ്മ്യൂണിക്കേഷൻ ആകട്ടെ, അതായത് വാർത്താവിനിമയം ആകട്ടെ, ഏതുമാകട്ടെ, അത് ഈ വിവരവിനിമയ ആശയ സാങ്കേതിക വിദ്യ നമ്മൾ പ്രയോഗിക്കുന്നു. ഇപ്പോൾ ഞാനും നിങ്ങളും ഇരിക്കുന്നത് വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഐടിയുടെ വളർച്ച ഉള്ളത് കൊണ്ടാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ച ഉള്ളത് കൊണ്ടാണ്, ടെലികമ്മ്യൂണിക്കേഷന്റെ വളർച്ച ഉള്ളത് കൊണ്ടാണ്.
ഇന്റർനെറ്റ്, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ, ടെലികമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം, ഇതിന്റെ വളർച്ചയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഇരുന്ന് സംവദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാനോ എനിക്ക് നിങ്ങളെ കാണാനോ സാധിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ വിവര വിനിമയ സാങ്കേതിക വിദ്യ അത്ര കണ്ട് വളർന്നിട്ടുണ്ട്. അതിന്റെ പ്രായോഗിക തലം, അതെങ്ങനെ പ്രയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചു. നിങ്ങളും പഠിച്ചു, ഞാനും പഠിച്ചു, അല്ലേ? ഒരുപക്ഷെ എന്നെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന നിങ്ങൾക്കായിരിക്കും ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രായോഗിക തലത്തിലുള്ള പ്രയോഗം, ഇതെങ്ങനെ പ്രയോഗത്തിൽ വരുത്താം എന്ന് പഠിക്കുന്ന മേഖലയാണ് ദ നോളജ് സെക്ടർ അഥവാ അറിവധിഷ്ഠിത മേഖല. മനസ്സിലായോ? ഇതില് പരീക്ഷണങ്ങൾ അഥവാ ഇന്നവേഷൻസ്, വിവരവിനിമയ സാങ്കേതിക വിദ്യ അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, എന്നിവയൊക്കെ തന്നെ അറിവ് അധിഷ്ഠിത സമ്പദ് മേഖലയുടെ വിനിമയ തലങ്ങളാണ്. ഇവയൊക്കെയാണ് അറിവധിഷ്ഠിത സമ്പ്രദായത്തില് പ്രയോഗിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ? ഇനി നോളജ് ഇക്കണോമി, പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ of intellectual capital with places. So, intellectual capital is an invisible asset. It is the collective knowledge of all the people in an enterprise or society. അതായത് നമ്മളുടെ അറിവ് സമ്പദ്ക്രമത്തിൽ അഥവാ നോളജ് എക്കോണമിയില് ബൗദ്ധിക മൂലധനം അഥവാ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, ബൗദ്ധിക മൂലധനത്തിന്റെ ആ ഇന്റലക്ച്വൽ ക്യാപിറ്റലിന്റെ ഉൽപാദനവും അഥവാ പ്രൊഡക്ഷൻ, ഇന്റലക്ച്വൽ ക്യാപിറ്റൽ അഥവാ ബൗദ്ധിക മൂലധനത്തിന്റെ പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനവും, അതേപോലെ തന്നെ ബൗദ്ധിക മൂലധനത്തിന്റെ ഉപഭോഗവും, കൺസംഷൻ, ദ പ്രൊഡക്ഷൻ ഓഫ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ആൻഡ് കൺസംഷൻ ഓഫ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, അതായത് ബൗദ്ധിക മൂലധനത്തിന്റെ ഉൽപാദനവും അതിന്റെ ഉപഭോഗവുമാണ് അറിവധിഷ്ഠിത മേഖലയില് അഥവാ നോളജ് സെക്ടറില് അല്ലെങ്കിൽ നോളജ് എക്കോണമിയില് നടക്കുന്നത്. ഈ ബൗദ്ധിക മൂലധനം എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ ബുദ്ധിയെ എനിക്ക് അളക്കാൻ കഴിയുമോ? നിങ്ങളുടെ ബുദ്ധിയെ എനിക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇന്റലിജന്റ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയും. ചില കാര്യങ്ങളിൽ, ചില മേഖലകളിൽ നിങ്ങൾ ഇന്റലിജന്റ് ആണ് എന്ന് പറയാനായിട്ട് എനിക്ക് ചിലപ്പോൾ സാധിക്കും. പക്ഷേ നിങ്ങളെ ആ ഇൻഡിവിജ്വാലിറ്റി എനിക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല, പൂർണ്ണമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ബൗദ്ധിക മൂലധനത്തെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, മനസ്സിലായല്ലോ?
എന്റെ ഇൻഡിവിജ്വാലിറ്റിയെ നിങ്ങൾക്ക് അളക്കാൻ സാധിക്കുമോ? സാധിക്കുമോ? ടീച്ചറിന്റെ പേര് നിങ്ങൾ എന്റെ ഇൻഡിവിജ്വാലിറ്റിയെ നിങ്ങൾക്ക് അളക്കാൻ സാധിക്കുകയില്ല, മറിച്ച് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയെ എനിക്കും പൂർണ്ണമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഇതൊരിക്കലും നമുക്ക് കാണാൻ കഴിയുന്നതല്ല. ആണോ? എന്റെ ബുദ്ധി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? എന്റെ ബുദ്ധി നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. നിങ്ങളുടെ ബുദ്ധിയും എനിക്കും കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഭൗതിക മൂലധനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ. മനസ്സിലായോ? മനസ്സിലായല്ലോ ഇത്ര ഭാവം? As a part of the territories sector, the growth of services based on knowledge is a have been on a large scale. People giving expert art blanks on shares, taxes, softwares. Experts on a tax software expert. ഞാൻ ചില സ്പീഡ് കൂടുന്നുണ്ട് പിള്ളേരെ. ഉണ്ട് പറയണം, കാരണം എനിക്ക് സ്കൂളിൽ പോകണം. അപ്പം 6:50 ഇവിടുന്ന് ഇറങ്ങണം. ചിലപ്പോൾ ഞാൻ ശകല സ്പീഡ് കൂടിയാൽ നിങ്ങൾ പറയണം, സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം പറഞ്ഞോണം കേട്ടോ. സോ അപ്പൊ നോക്കിയോ, സോഫ്റ്റ്വെയർ എക്സ്പെർട്സ് ആർ എ പാർട്ട് ഓഫ് ദ സെക്ടർ. അതായത് ഇവിടെ നോക്കുക, ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സമൂഹം, ഒരു സംരംഭത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ അങ്ങനെയുള്ള ഒരു എക്കോണമിയിലോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവാണ്. ഇപ്പൊ എന്റെ അറിവ് മാത്രമല്ല, എന്റെ അറിവും നിങ്ങളുടെ അറിവും ചേർന്നുള്ള ഒരു നോളജ് ഉണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ഞാൻ പറയുന്ന ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളും എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതുമല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ എഴുതുന്നു, എനിക്കറിയാവുന്ന കാര്യം ഞാനും എഴുതുന്നു. അപ്പോൾ നിങ്ങളും ഞാനും ചേർന്ന് നമ്മളൊരു ബുക്ക് തയ്യാറാക്കി കഴിഞ്ഞു. മനസ്സിലായോ? ഞാനും തയ്യാറാക്കി, ആ അറിവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാനും ശേഖരിച്ചു, നിങ്ങളും ശേഖരിച്ചു. ഇപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി തന്നെ എടുക്കാം. ആ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരു ആപ്ലിക്കേഷൻ ആരുടെയും പറഞ്ഞേടാ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പറ. ഈ ടീച്ച്മെന്റും ഗൂഗിൾ മീറ്റും ഒന്നും വേണ്ട, എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാ? അതെന്തോടാ VN? എന്തോടാ, എന്തോ എഡിറ്റ് ചെയ്യാനുള്ളത്? ഫോട്ടോയാണോ? ഫോട്ടോയാണോ? മക്കളെ, എന്ത് എഡിറ്റ് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്? വീഡിയോ. അതിന്റെ പേരെന്താണ്? ഇൻഷോട്ട് ആണോ? അത് നല്ല ആപ്ലിക്കേഷനാ. വെറും VN-ഓ? അതിനകത്ത് എന്തൊക്കെ ചെയ്യാം നമുക്ക്?
അല്ലടാ, അതിനകത്ത് എന്തൊക്കെ എഡിറ്റിംഗ് ആണ് നടക്കുന്നത്? ഒരു ഫോട്ടോ ചേർത്തിട്ട് വീഡിയോ ഉണ്ടാക്കുകയാണോ, അതോ വീഡിയോയിൽ സൗണ്ട് മാറ്റി വേറെ സൗണ്ട് ചെയ്യുകയാണോ? എന്താണ് അതിനകത്ത് ചെയ്യുന്നത്? എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ നിന്റെ പേരെന്താടാ? ഫെവിൻ ജോൺ. അപ്പൊ നമ്മളുടെ ഫെവിൻ ജോൺ നമുക്കൊരു പുതിയ അറിവ് തന്നു അല്ലേ? നമ്മളുടെ ഫെവിൻ ജോൺ VN എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്കൊരു അറിവ് തന്നു. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ മറ്റാർക്കെങ്കിലും അറിയാമോ? ഫെവിൻ, അപ്പൊ ഇതിന്റെ ആ ലിങ്ക് നീ എനിക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ പറയാം. നിങ്ങൾ ഈ വി ഫ്ലാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ അഡോബ് സ്കാൻ. ഇൻഷോട്ട്, അഡോബ് സ്കാൻ, നമ്മുടെ PDF ഉണ്ടാക്കാനുള്ള ആപ്ലിക്കേഷൻ അഡോബ് സ്കാൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങള് ഈ ഇൻസ്റ്റാ റീഡർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് ഒരു PDF-നെ ടെക്സ്റ്റ് ആക്കാം, ഒരു ടെക്സ്റ്റിനെ ഓഡിയോ ആക്കാം, ഒരു ടെക്സ്റ്റ് ഫയലാക്കാം, ഒരു PDF-നെ പല ഫോർമാറ്റിലാക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാ റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ആ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ്, അല്ല ഒരാളല്ല. ഇപ്പോ ഭാവിയില് നിങ്ങളും ഒരുപക്ഷെ സോഫ്റ്റ്വെയർ വിദഗ്ധന്മാരൊക്കെ ആകുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യും? നിങ്ങൾ കുറെ ആളുകൾ ചേർന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കും. ഇപ്പൊ തന്നെ നമ്മളുടെ ആൻഡ്രോയിഡിനകത്തൊക്കെ ആപ്പ് ബിൽഡർ എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എന്നെക്കാട്ടിലൊക്കെ അറിവ് കൂടുതലുള്ളവരായിരിക്കും നിങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്റെയും നിങ്ങളുടെയും അറിവുകൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു ഇൻഫർമേഷൻ, ദ ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ, അതായത് ഒരു കൂട്ടം ആളുകളുടെ അറിവ്. അപ്പൊ അതാണ് ബൗദ്ധിക മൂലധനം അഥവാ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ. എന്റെ മാത്രം അറിവല്ല, നിങ്ങളുടെയും എന്റെയും അറിവുകൾ ചേർന്നുള്ള അറിവിനെയാണ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ അഥവാ ബൗദ്ധിക മൂലധനം എന്ന് പറയുന്നത്. ഇതൊരിക്കലും മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? Top of business executives, the researchers and scientists, expert, using makers, economic experts, സാമ്പത്തിക വിദഗ്ധന്മാര്, ശാസ്ത്രജ്ഞന്മാര്, it's the strengthen it is sector. The government also is a priority. The government also is a priority to the development of this knowledge sector. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക,
തൃതീയ മേഖലയുടെ, അതായത് ടേർഷറി സെക്ടറിന്റെ വളർച്ച ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. തൃതീയ മേഖലയുടെ വളർച്ച ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അറിവധിഷ്ഠിത സേവനങ്ങൾ, അല്ലെങ്കിൽ ദ നോളജ് ബേസ്ഡ് ഓൺ സർവീസസ്, അറിവധിഷ്ഠിത സേവനങ്ങൾ, അതിന്റെ വളർച്ച ഇന്ന് അത്ഭുതാവഹമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഓഹരി, ഷെയർസ്, അതേപോലെ ടാക്സ്, നികുതികള്, ഓഹരി, നികുതി എന്നിവയിൽ വിദഗ്ധ അഭിപ്രായം നൽകുന്നവര്, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ വിദഗ്ധന്മാര്, ഓഹരി, അതുപോലെ തന്നെ നികുതി എന്നിവയിൽ വിദഗ്ധ അഭിപ്രായം നൽകുന്നവരുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വിദഗ്ധന്മാരുണ്ട്. ഇവരെല്ലാം തന്നെ ഈ മേഖലയിൽ പെടുന്നവരാണ്. മനസ്സിലായോ? ഇവരെല്ലാം തന്നെ ഈ അറിവധിഷ്ഠിത മേഖല അഥവാ നോളജ് ബേസ്ഡ് ഓൺ നോളജ് സെക്ടറിൽ പെടുന്നവരാണ്. അതുപോലെ തന്നെ ഉയർന്ന ബിസിനസ് എക്സിക്യൂട്ടീവുകള്, അതേപോലെ തന്നെ ഗവേഷകര്, റിസർച്ച് ചെയ്യുന്ന ആളുകള്, സയന്റിസ്റ്റുകള്, ശാസ്ത്രജ്ഞന്മാര്, അതുപോലെ തന്നെ നയരൂപീകരണ വിദഗ്ധന്മാര്, പോളിസി മേക്കേഴ്സ്, അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്പേഴ്സ്, സാമ്പത്തിക വിദഗ്ധന്മാര് എന്നിവരെല്ലാം തന്നെ ഈ അറിവധിഷ്ഠിത മേഖലയ്ക്ക് കരുത്തു പകരുന്നവരാണ്. മനസ്സിലായോ? എന്നിവരെല്ലാം തന്നെ ഈ മേഖലയ്ക്ക് കരുത്തു പകരുന്നവരാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് സർക്കാർ ചെയ്യുന്നത് അറിവധിഷ്ഠിത മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് അതിന്റെ വികസനത്തിന് വേണ്ടി കൂടുതൽ സ്വാതന്ത്ര്യം നൽകി വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങളെ, ആദ്യകാലത്ത് നമ്മളുടെ ഈ മൊബൈൽ ഫോൺ രംഗത്ത് ഒരൊറ്റ കമ്പനിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ കമ്പനി നിങ്ങൾക്ക് ഇന്ന് അറിയാമോ എന്ന് പോലും എനിക്കറിയത്തില്ല. BSNL കേട്ടിട്ടുണ്ടോ? ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് കേട്ടിട്ടുണ്ടോ? അപ്പോഴ് ആ കമ്പനിയിൽ നിന്നും ഇന്ന് എത്ര കമ്പനികളാണ് ഉള്ളത്? ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ മൊബൈൽ ഫോൺ സേവനദാതാക്കളാണ്? മൊബൈൽ ഫോൺ ഉത്പാദന കമ്പനി അല്ല ഞാൻ ചോദിക്കുന്നത്, സേവനദാതാക്കള്, നമുക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനദാതാക്കള്, സർവീസ് പ്രൊവൈഡേഴ്സ്. അതേതൊക്കെയാണ്? ഐഡിയ ആദ്യം ഏതായിരുന്നു അറിയാമോ? ആദ്യം ഐഡിയ എന്നല്ലായിരുന്നു അതിന്റെ പേര്. അതിന്റെ പേര് ആദ്യം എസ്കോട്ടൽ എന്നായിരുന്നു, അല്ലെ? അതിനുശേഷമാണ് അത് ഐഡിയ ആയി മാറിയത്. അതിനുശേഷം അത് VI ആയി, അല്ലെ? വോഡാഫോൺ ഐഡിയ ആയി, അല്ലെ? VI എന്നല്ലേ ഇപ്പൊ അതിന്റെ പേര്? നിങ്ങൾ പറഞ്ഞ ഐഡിയ ശരിയാണ്. പിന്നെ അടുത്തത് എയർടെല്. നമ്മുടെ ചിറ്റാറിലൊന്നും എയർടെലിന് റേഞ്ച് പോലും ഇല്ല. ഉണ്ടോ? ഇല്ല. ചിറ്റാർ എയർടെലിന് റേഞ്ച് ഇല്ല. കാരണം ജിയോ ഒരു പുതിയ കമ്പനിയാണ്, അല്ലേ? പിന്നെ ഈ വോഡാഫോൺ എന്ന് പറയുന്ന കമ്പനി ആദ്യം BPL ആയിരുന്നു. BPL കഴിഞ്ഞ അത് ഹച്ച് ആയി. നിങ്ങൾക്ക് ഓർമ്മ? നിങ്ങളൊക്കെ അന്ന് ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. 2000-ലൊന്നും നിങ്ങൾ ജനിച്ചു കാണാനുള്ള സാധ്യത ഇല്ല, അല്ലേ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ 2007, 2006 കാലഘട്ടത്തിൽ ജനിച്ചവരായിരിക്കുമല്ലോ. അപ്പോൾ
2001 ഇത് BPL ആയിരുന്നു. BPL മാറി ഹച്ചായി. ഹച്ചിന് ശേഷം ഹച്ചുകാർ അത് വോഡാഫോണിന് വിറ്റു. വോഡാഫോൺ അത് എന്ത് ചെയ്തു, നഷ്ടത്തിലായപ്പോൾ ഐഡിയക്ക് കൊടുത്തു. ആ രണ്ട് കമ്പനിയും കൂടെ ലയിപ്പിച്ചാണ് VI എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടായത്. പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു പിള്ളേരെ. യൂണിനോർ ഉണ്ടായിരുന്നു, വീഡിയോകോൺ ഉണ്ടായിരുന്നു, കേരളത്തിൽ എയർസെൽ ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം ലൈസൻസ് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ ഇങ്ങനെ അവസാനം വന്ന കമ്പനിയാണ് ജിയോ. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഏതാണ്? ഏതാണ് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി? ജിയോ ആണ് അല്ലേ? കാരണം എന്താ? അവര് നല്ല ഓഫർ കൊടുക്കുന്നു അല്ലേ? ജിയോ ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ജിയോയുടെ ഉപഭോക്താവായിരുന്നു. ജിയോ ലോഞ്ച് ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇന്റർനെറ്റ് ഫ്രീ ആയിരുന്നു. റീചാർജ് ഒന്നും ചെയ്യണ്ട. ഇന്റർനെറ്റും കോളും ഒക്കെ ഒരു 6 മാസത്തേക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. ഇന്നല്ലേ നമ്മള് 199-നും 249-നും ഒക്കെ റീചാർജ് ചെയ്യാൻ തുടങ്ങിയ ജിയോ. അന്ന് ഒരു റീചാർജിന്റെ ആവശ്യമില്ലായിരുന്നു. അൺലിമിറ്റഡ് ത്രൂരി. എന്നാൽ ഇന്നത്തെക്കാട്ടില് സ്പീഡായിരുന്നു അന്ന്. ഒരു സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വരാൻ 2-3 മിനിറ്റ് മതിയായിരുന്നു. ഒരു 1.5 GB സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അന്നൊക്കെ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ആ ഒരു സമയത്താണ് നമ്മൾ ഇന്റർനെറ്റ് ശരിക്കും എൻജോയ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്ന നമ്മളുടെയൊക്കെ സ്വപ്നം, അല്ലെങ്കിൽ പരിധികളില്ലാത്ത ഇന്റർനെറ്റ്, അല്ലെങ്കിൽ ഒരു ഡെയിലി 1.5 GB എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജിയോയാണ്. അതിനു മുമ്പൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് 100 MB 14 രൂപ. മനസ്സിലായി? അന്നൊക്കെ പിശുക്കിയാണ് നമ്മൾ ഭക്ഷണം പോലും ഇത്ര കുറച്ച് ഉപയോഗിക്കത്തില്ല. അതുപോലെയാണ് നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നതൊക്കെ മാറി അല്ലെ? നിങ്ങളൊക്കെ യഥേഷ്ടമാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ചിലവരുടെ പേരൻസ് 3 GB വരെ ഉള്ള നെറ്റൊക്കെ ആയിരിക്കും റീചാർജ് ചെയ്ത് തരുന്നത് അല്ലെ? അപ്പോൾ ഇങ്ങനെ സേവന മേഖല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ചയ്ക്ക് സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുന്നു. ഇതില് ഏറ്റവും ഈ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ, കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ടെക്നോ പാർക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലേ? ടെക്നോ പാർക്ക്, തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക്. അതേപോലെ തന്നെ നമ്മുടെ എറണാകുളത്തുണ്ട് ഇൻഫോ പാർക്ക്. പാർക്ക് എന്ന് വെച്ചാൽ കളിക്കാനുള്ള സ്ഥലമല്ലേ? കേട്ടിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി കേട്ടിട്ടില്ലേ? സ്മാർട്ട് സിറ്റി. അങ്ങനെ ആരംഭിച്ച പദ്ധതികളാണ് മേൽ പറഞ്ഞവയൊക്കെ തന്നെ. ഓക്കെ, മനസ്സിലായല്ലോ? സമയം എത്ര പിള്ളേരെ? 6:10. Okay. India has a turbulent mass progress. The information and communication technology so much so that today we are a global service provider in the field of all software technology. As a result of this knowledge bomb, India can enhance of the people through an Indian economic growth.
some favorite that is which can help India growth of in this sector are human resources, including technically experts who are well versed in the English language. അതായത് ഇന്ത്യ അറിവധിഷ്ഠിത സാങ്കേതിക വിദ്യയില് വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തില് വിജ്ഞാന വിസ്ഫോടനം, അയ്യോ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞ തെറ്റിദ്ധരിക്കണ്ട, ആ സ്ഫോടനമല്ല. നമ്മള് മലയാളത്തിലൊക്കെ ഈ അറിവിന്റെ കുതിച്ചുചാട്ടം ഒക്കെ സംഭവിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഭയങ്കര ഒരു വിസ്ഫോടനം നടത്തി, അല്ലെങ്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു കണ്ടുപിടുത്തമാണ് നടത്തിയത്, അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ടെക്നോളജിയുടെ വളർച്ചയൊക്കെ കൂടുതൽ ത്വരിതപ്പെട്ടത്. കാരണം എന്താ? അതുവരെ നമുക്ക് നമ്മുടെ ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു, അടഞ്ഞ സമ്പദ് വ്യവസ്ഥയായിരുന്നു. 1991 ശേഷം ഇന്ത്യ ഗ്ലോബലൈസേഷൻ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള അറിവധിഷ്ഠിത മേഖലകളൊക്കെ തന്നെ വളരാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു നോളേജ് വിസ്ഫോടനം നടന്നു, മനസ്സിലായോ? അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായിട്ട് മുന്നേറാനും തുടങ്ങി. അങ്ങനെ അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനായിട്ട് അറിവ് കൂടുമ്പോഴാണല്ലോ ജനങ്ങളുടെ വെൽഫെയർ കൂടുന്നത്. കാരണം എന്താ? നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജി വർദ്ധിച്ചപ്പോഴാണ് നമ്മുടെ ചുറ്റാറിലുണ്ട് അക്ഷയ സെന്റർ ഉണ്ട്, അല്ലേ? പണ്ട് വില്ലേജ് ഓഫീസിലൊക്കെ പോയി നിങ്ങൾക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണം, അല്ലെ മറ്റു സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണമായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് അക്ഷയ സെന്ററിൽ പോയി അപ്ലൈ ചെയ്താൽ മതി, അല്ലേ? വില്ലേജ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതെന്തിന്റെ വളർച്ച കൊണ്ട് സംഭവിച്ചതാണ്? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് സംഭവിച്ചതാണ്, ആണല്ലോ. മനസ്സിലായല്ലോ? ഇനിയും ഈ രംഗത്ത് കൊണ്ടുവരാനായിട്ടുള്ള ചില അനുകൂല സാഹചര്യങ്ങളും ഘടകങ്ങളും ഉണ്ട്. ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ആ റിസോഴ്സില് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടിയവരുണ്ട്. നിങ്ങളെ പോലുള്ള ഭാവി തലമുറയൊക്കെ അങ്ങനെ വരുന്നവരാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്നെക്കാട്ടിലും ഇംഗ്ലീഷ് അറിയാവുന്നവരായിരിക്കും, അല്ലേ? എന്നെക്കാട്ടിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന എൻ്റെ കുട്ടികളായിരിക്കും നിങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്നത്. അപ്പൊ ഞാനൊക്കെ ഇവിടെ ഈ പുറു ഇംഗ്ലീഷും വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ US-ലും കാനഡയിലും ബ്രിട്ടനിലും ഒക്കെ പോയി നല്ല വെറും ഇംഗ്ലീഷൊക്കെ പഠിച്ച് വരും. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ പ്രാവീണ്യം നേടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ്, ഇന്ത്യയുടെ മാനവ വിഭവമാണ്, ഇന്ത്യയുടെ മനുഷ്യ വിഭവമാണ്. നിങ്ങളെയാണ് പിന്നെ ഈ രാജ്യം പ്രയോജനപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള നിങ്ങളുടെ പ്രാവീണ്യമാണ്. മനസ്സിലായോ? രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. വളരെ ശക്തമായ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ്, ആഭ്യന്തര കമ്പോളം. അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ.
ശക്തമായിട്ടുള്ള സ്വകാര്യ മേഖല. ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വകാര്യ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇന്ത്യ ഈസ് എ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ. അതായത് ഇന്നത്തെ കാലത്ത്, പണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച കുറെ നാളുകളൊക്കെ പൊതുസമ്പദ് വ്യവസ്ഥയായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടതെങ്കിൽ ഇന്ന് നമ്മളുടെ ചിറ്റാറിലോടുന്ന ബസ്സുകളിൽ ഭൂരിഭാഗവും ഏത് ബസ്സുകളാണ്? ഏത് ബസ്സുകളാണ്? പ്രൈവറ്റ്. KSRTC എത്ര എണ്ണം കാണും? ഒന്നോ രണ്ടോ കണ്ടാലായി അല്ലേ? ഒരെണ്ണം കാണും, അല്ലെങ്കിൽ രണ്ടെണ്ണം കാണും, അല്ലെങ്കിൽ മൂന്നെണ്ണം. എന്നാൽ പ്രൈവറ്റ് ബസ് 6 or 7 കാണും. 6 അല്ല, 10 കാണും. അതേപോലെ തന്നെ നമ്മളുടെ TV ചാനലുകൾ നോക്ക്, ആകപ്പാടെ ഉണ്ട് ദൂരദർശൻ അല്ലേ? അത് നിങ്ങൾ ആരെങ്കിലും കാണാറുണ്ടോ? അങ്ങനെ ചാനലുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? ചാനലൊക്കെ അവിടെ കാണും, ഞങ്ങൾ ആരും കാണാറില്ല, ഞാൻ പോലും കാണാറില്ല അല്ലേ? അതുപോലെ തന്നെ BSNL നമ്മുടെ പൊതുമേഖല മൊബൈൽ ഫോൺ സേവനദാതാവാണ് BSNL. പക്ഷെ നിങ്ങൾ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടോ? 1 or 2 പേര് ഉപയോഗിക്കുമായിരിക്കും. പക്ഷെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഏതാണ്? ഐഡിയ, ജിയോ അല്ലേ? ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഉപയോഗിക്കുന്ന BSNL ആണ്. പക്ഷെ അതെങ്ങനെയുള്ളതാണ്? മൊബൈൽ ഫോണിലുള്ള കണക്ഷൻ അല്ല, മറിച്ച് അതിലും പുതിയ സാങ്കേതിക വിദ്യ, ഫൈബർ ടെക്നോളജി, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ, ചെറിയ 4 പോലത്തെ കേബിളുകളിലൂടെ ഇന്റർനെറ്റ് എത്തിക്കുന്ന BSNL, ആ ടെക്നോളജിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ടെക്നോളജി പറയും ടെക്നോളജി ഫൈബർ കണക്ഷൻ ആണ് BSNLന്റെ. ചിലപ്പോൾ നിങ്ങൾ മറ്റാരെങ്കിലും ഏഷ്യാനെറ്റിന്റെ ഫൈബർ ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കേരള വിഷന്റെ ഫൈബർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശക്തമായ സ്വകാര്യ മേഖലയാണ് ഇന്ന് ഇന്ത്യക്ക് ഉള്ളത്. കാരണം സർക്കാരിന് അത്രയും തുകയൊന്നും ചെലവിടാനുള്ള ശേഷി ഇന്നില്ല, മനസ്സിലായോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കും. പക്ഷെ സ്വകാര്യ മേഖല എന്ത് ചെയ്യും? പബ്ലിക് ഇപ്പൊ BSNLന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് മാത്രമാണ് അല്ലേ? അവരുടെ പ്രോഫിറ്റ് നോക്കത്തില്ല. നോക്കൂ, KSRTC നഷ്ടത്തിലാണെങ്കിലും സർവീസ് നടത്തത്തില്ലേ? അപ്പോൾ ആ KSRTC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനം അതിന്റെ സർവീസ് ആണ് നോക്കുന്നത്, മറിച്ച് അതിന്റെ പ്രോഫിറ്റ് അല്ല. പക്ഷേ നമ്മളുടെ ചിറ്റാറിലേക്ക് ഒരു പ്രൈവറ്റ് ബസ് ഒരു സർവീസ് നടത്തുന്നു, 2 ആളെ ഡെയിലി അതിനകത്ത് കയറുന്നുള്ളൂ. അവരെത്ര നാളെ ഓടിക്കും? നിർത്തിയിട്ട് പോകും അല്ലേ? കാരണം അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അവരുടെ. അപ്പോ പ്രൈവറ്റ് മേഖല എപ്പോഴും എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? പ്രോഫിറ്റിനെയാണ്. മനസ്സിലായോ? പ്രോഫിറ്റിനെയാണ് അവരെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ 4ാമത്തെ എന്ന് പറയുന്ന മെച്ചപ്പെട്ട ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ച. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിവ് അധിഷ്ഠിത സമ്പദ് മേഖലയ്ക്ക് വളരും, നമ്മളുടെ സാമ്പത്തിക മേഖല മൊത്തമായിട്ടും വളരും. മനസ്സിലായോ? While the domestic market, അതായത് ശക്തമായിട്ടുള്ള ആഭ്യന്തര
കമ്പോളം. സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ, അതായത് ശക്തമായിട്ടുള്ള സ്വകാര്യ മേഖല. Development of a science and the technology. If all these possibilities are made in use of, India can develop a knowledge economy and the increase in this national income. Okay? Okay, sir. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി പഠന നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ദിവസം മുതൽ, നാളെ അല്ലേ ഇനി അടുത്ത ക്ലാസ് വരുന്ന, വൈകിട്ട് അല്ലേ? അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ നോട്ട്സ് ഒക്കെ ഞാൻ ടീച്ച്മെന്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നാലാമത്തെ, അപ്പൊ നാളെ മുതൽ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയുടെ നാലാമത്തെ ചാപ്റ്റർ നമ്മൾ ആരംഭിക്കും. സോ അതിന്റെ നോട്ട് ഇപ്പോഴേ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടീച്ച്മെന്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ പോസ്റ്റ് ചെയ്ത് വെക്കുന്ന എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് ആകാശ സമയം എഴുതി പോകാനായിട്ടാണ്. ആരും അതുകൊണ്ട് നേരത്തെ എഴുതി വെച്ചേക്കല്ലേ. അതായത് പോർഷൻ കവർ ചെയ്ത് പോകുമ്പോൾ അതാത് നോട്ട്സ് എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. എല്ലാ ഇതുവരെ കഴിഞ്ഞ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും എല്ലാ ചാപ്റ്റർ, പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെയും എല്ലാ ചാപ്റ്റേഴ്സും ടീച്ച്മെന്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അഥവാ ഇനി ഏതെങ്കിലും ഞാൻ ഇടാൻ വിട്ടുപോയിട്ടുണ്ട് എന്നെ വിളിച്ച് അറിയിച്ചാൽ മതി. പിന്നെ എന്നെ ചിലപ്പോൾ ചിലവർ വിളിച്ച് പറയും വാട്സാപ്പിൽ ഇട്ടതാ, ചിലപ്പോൾ ഞാനത് വിട്ടുപോകും, കാരണം തിരക്കുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഇടാമെന്ന് പറയും, പക്ഷെ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതാണ്, ചിലപ്പോൾ ഞാനത് വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ അതാത് ചാപ്റ്റേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്ത് എഴുതാം കേട്ടോ. അപ്പോ ഓക്കെ ആണല്ലോ. ഈ ചാപ്റ്ററിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ആർക്കെങ്കിലും അഥവാ പബ്ലിക്കായിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ കാണുന്ന മുറയ്ക്ക് അതിന് റിപ്ലൈ തന്നോളാം കേട്ടോ. ഓക്കെ ഓക്കെ. ടീച്ച്മെന്റിൽ ഒരാള് ഒന്ന് നിന്നിട്ട് ബാക്കിയുള്ളവര് ലെഫ്റ്റ് ആയിക്കും. ഗൂഗിൾ മീറ്റുകാരെ ഞാൻ വിളിക്കുന്ന മുറയ്ക്ക് വയ്ക്കണം. അഭിഷേക്, അഭിഷേക് അഭിഷേക് മിണ്ടാത്ത ഒരൊറ്റ ആൾക്ക് പോലും ഞാൻ അറ്റൻഡൻസ് തരത്തില്ല. അലീഷ ലെഫ്റ്റ് ചെയ്തോ. അൽഖ സാറ അജോ, അലൻ ജോൺ ലെഫ്റ്റ് ചെയ്തോ. ഫെബിൻ, ഞാൻ കണ്ടു, ലെഫ്റ്റ് ചെയ്തോ. ഗംഗാജി പ്രസന്റ് ആണ്.
ഗംഗ ലെഫ്റ്റ് ചെയ്തു. മുഹമ്മദ് ലെഫ്റ്റ് ചെയ്തു മേഡം. സാന്ദ്ര സ്നേഹ ഡെന്നി ലെഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ആരും ഇല്ലല്ലോ ഗൂഗിൾ മീറ്റില്ല? ഓക്കെ, അപ്പൊ ടീച്ചിങ്ങിന്റെ കാര്യം ലെഫ്റ്റ് ചെയ്തോളൂ. നമുക്ക് പോവാം.